السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അടിമകളാകും നമ്മൾ എപ്പോൾ നന്മ ചെയ്താലും ഏത് സ്ഥലത്ത് വെച്ച് നന്മ ചെയ്താലും അള്ളാഹു അതിനെ വിലമതിക്കുന്നതാണ്. അള്ളാഹു അതിന് ഉന്നതമായ പ്രതിഫലവും പകരവും നൽകുന്നതാണ്. എന്നാൽ ഒരടിമ ജനങ്ങൾ ഭൂരിഭാഗം അശ്രദ്ധമാകുന്ന ഗഫ്ലത്തിലാകുന്ന സമയത്ത്, ജനങ്ങൾ ഭൂരിഭാഗവും അശ്രദ്ധമാകുന്ന സ്ഥലത്ത് അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുകയാണെങ്കിൽ, ആ അടിമയോട് അള്ളാഹു തആലക്ക് മറ്റുള്ള അടിമകളെക്കാൾ പ്രത്യേകമായ ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. കാരണം ഭൂരിഭാഗം ജനങ്ങൾ അശ്രദ്ധയിലാണ്, വിസ്മൃതിയിലാണ്, അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന അവസ്ഥയിലാണ്. ഈ സമയത്തൊരടിമ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരു നന്മയ്ക്ക് മുതിർന്നാൽ അള്ളാഹു തആല അവന് വലിയ പ്രതിഫലങ്ങൾ നൽകും. തിന്മയുടെ സമയമാകട്ടെ, തിന്മ വ്യാപകമായി നടക്കുന്ന സമയമാകട്ടെ, തിന്മ വ്യാപകമായി നടക്കുന്ന സ്ഥലമാകട്ടെ, ആ സ്ഥലത്തുള്ള നന്മക്ക് വലിയ പ്രതിഫലമാണ്. രണ്ട് സഹാബാക്കൾ പരസ്പരം സംസാരിച്ചു. പറഞ്ഞു, കമ്പോളത്തിൽ കൂടി അല്പസമയം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നടക്കാം. കാരണം കമ്പോളം ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ രണ്ട് സഹാബാക്കളും കമ്പോളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നടന്നു. വീണ്ടും മറുഭാഗത്തുനിന്ന് നടന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് വീണ്ടും നടന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടിൽ ഒരാൾ മരണപ്പെട്ടു പോയി. ജീവിച്ചിരിക്കുന്ന സഹാബി തൻ്റെ സ്നേഹിതനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചതിൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു നിന്നോട് എന്ത് തീരുമാനമാണ് എടുത്തത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു തആല എനിക്ക് പുറത്തു തന്നു. എന്താണ് നിനക്ക് അള്ളാഹു പുറത്തു തരാൻ? ഏത് നന്മയാണ് അതിന് കാരണമായത്? അദ്ദേഹം പറഞ്ഞു, അന്ന് നമ്മൾ രണ്ടുപേരും ജനങ്ങൾ കച്ചവടത്തിൻ്റെ തിരക്കിൽ ഗഫ്ലത്തിലായി കഴിഞ്ഞുകൂടുന്ന ആ കമ്പോളത്തിൽ കൂടി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടുപോയ ആ നടത്തം അള്ളാഹു ഇഷ്ടപ്പെടും. എൻ്റെ എല്ലാ തിന്മയും അള്ളാഹു തആല മാപ്പാക്കി തന്നു. അള്ളാഹു തആല വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നന്മയാണ്. ജനങ്ങൾ ഗഫ്ലത്തിലാകുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക. അതുകൊണ്ടാണ് തഹജ്ജുദിൻ്റെ രാത്രിയിലെ നമസ്കാരത്തിന് മറ്റുള്ള നമസ്കാരത്തെക്കാൾ മഹത്വവും പ്രതിഫലങ്ങളും കൂടുതൽ അള്ളാഹു നിശ്ചയിച്ചു. അങ്ങനെ ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന ഒരു മാസം എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ മാസം, ذَلِكَ شَهْرٌ يَغْفَلُ النَّاسُ عَنْهُ ذَلِكَ بَيْنَ رَجَبٍ وَرَمَضَانٍ. ജനങ്ങൾ അധിക പേരും ഗഫ്ലത്തിലായി പോകുന്നൊരു മാസം.
ഞങ്ങൾ പറഞ്ഞു ഷാബാനിൻ്റെ മാസം, റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ വരുന്ന ഷാബാൻ ജനങ്ങൾ ഭൂരിഭാഗം ഗഫ്ലത്തിലായി പോകുന്നൊരു മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ചെയ്യുന്ന നന്മക്ക് വലിയ മഹത്വമാണ്. റമദാന് തൊട്ട് മുമ്പുള്ള ഈ മാസം വലിയ പുണ്യമായ മാസം. ഐഷ റളിയല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്തായ നോമ്പ് തങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ഷാബാൻ മാസത്തിലാണ്. മാത്രമല്ല ആ മാസത്തിൽ ഒരു ദിവസം, ഒരു രാത്രി വളരെ പുണ്യമായ രാത്രിയായി നിശ്ചയിച്ചു. ഷാബാൻ 15 രാത്രി. അത്താ റഹിമഹുള്ള പറയുന്നു, ലൈലത്തുൽ ഖദറിന്റെ രാത്രി കഴിഞ്ഞാൽ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷാബാൻ 15 രാത്രിയാണ്, ഇന്നത്തെ രാത്രിയാണ്. അത്താ റഹിമഹുള്ള വീണ്ടും പറയുന്നു, ഒരു വർഷത്തെ ഒരു ഷാബാൻ മുതൽ അടുത്ത ഷാബാൻ വരെ മരണപ്പെടുന്നവരുടെ ലിസ്റ്റിനെ ഏൽപ്പിക്കപ്പെടുന്ന, മലക്കുൽ മൗത്തിന് ഏൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വെളിവാക്കപ്പെടുന്ന സമയമാണ്. മുൻഗാമികൾ പറയുമായിരുന്നു, ചില മനുഷ്യർ ദുനിയാവിൽ തിന്മകളിലായി, പാപങ്ങളിലായി, ആഹ്ലാദഭരിതരായി ഭൂമിയിൽ ചുറ്റി നടക്കുന്നു. പക്ഷെ അവരുടെ പേര് ആകാശ ലോകത്ത് ഈ വർഷം മരണപ്പെടാനുള്ളവർ ലിസ്റ്റിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഒരു വർഷത്തേക്കുള്ള മരണപ്പെടുന്നവരുടെ പേരുകൾ വ്യക്തമാക്കപ്പെടുന്ന സമയമാണ് ഷാബാൻ 15 രാത്രി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നു, 5 രാത്രികൾ, ആ രാത്രികളിൽ ദുആകൾ തള്ളപ്പെടുന്നതല്ല, തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. അതിലൊരു രാത്രി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു ഷാബാൻ 15 രാത്രി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ദുആ സ്വീകരിക്കുന്ന, ദുആ നിർബന്ധമായി സ്വീകരിക്കുന്ന രാത്രികൾ 5 രാത്രികൾ. 5 രാത്രികളിൽ ഒരു രാത്രി ഷാബാൻ 15 രാത്രിയാണ്. ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ സംഭവം ഉദ്ധരിക്കുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം ഷാബാൻ 15 രാത്രി അദ്ദേഹം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ രാത്രി പുണ്യമായ രാത്രിയാണ്. ആര് ദുആ ചെയ്യുന്ന ദുആ സ്വീകരിക്കും, ആര് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ പ്രജകൾക്ക്, തന്റെ ജോലിക്കാർക്ക്, ഗവർണർമാർക്ക് കത്തെഴുതുമായിരുന്നു. പ്രധാനപ്പെട്ട ചില രാത്രികൾ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധയോടെ അമൽ കഴിഞ്ഞുകൊള്ളണം. അതിൽ അദ്ദേഹം ഉണർത്തിയ രാത്രിയാണ് ഷാബാൻ 15 രാത്രി. മുൻഗാമികളായി വളരെ കൂടുതൽ ഇബാദത്തിൽ കഴിഞ്ഞിരുന്ന, ദുആയിൽ കഴിഞ്ഞിരുന്ന രാത്രിയാണ് ഷാബാൻ 15 രാത്രി. പ്രത്യേകമായ ഇന്ന അമലുകളൊന്നും നിശ്ചയിക്കപ്പെട്ടില്ല എങ്കിലും ദുആ സ്വീകരിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് നമുക്ക് സംബന്ധിച്ച് വളരെ പുണ്യമായ രാത്രിയാണ്. ഇനി മുന്നോട്ട് വരുന്ന റമദാനാണ്. ഖൈറിന്റെ, അള്ളാഹുവിന്റെ വലിയ വലിയ ഖൈറിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നാം തയ്യാറാകേണ്ട സമയമാണ്. റമദാന് വേണ്ടി ഇനി കുറഞ്ഞ സമയങ്ങളെ ബാക്കിയുള്ളൂ. നാം എങ്ങനെയാണ് തയ്യാറാകേണ്ടത്? റമദാന് വേണ്ടി ഒരു മുസ്ലിം ആദ്യം തയ്യാറാകേണ്ടത് തൻ്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കലാണ്. മുൻഗാമികൾ അവർ റമദാന് വേണ്ടിയുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പ് അവരുടെ വീടുകൾ വൃത്തിയാക്കലോ അല്ലെങ്കിൽ പള്ളികൾ പെയിന്റടിച്ച് ഭംഗിയാക്കലോ ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഹൃദയത്തെ ശുദ്ധമാക്കലാണ്. സലഫിൽപ്പെട്ട മുൻഗാമികൾപ്പെട്ട മഹാനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, കൈഫ കുന്തും തസ്തഖ്ബിലൂന റമദാൻ, നിങ്ങൾ മുൻഗാമികൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ റമദാൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഉപ്പയുടെ കാലഘട്ടത്തെക്കുറിച്ച്, മുൻ കാലഘട്ടത്തെ ചോദിക്കുകയാണ്. റമദാൻ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത്? വാപ്പ മകനോട് പറഞ്ഞു, റമദാൻ ഇദാ ഹല്ല ഹിലാൽ ഷഅബാൻ, ഷഅബാനിന്റെ നിലാവ് ഞങ്ങൾ കണ്ടാൽ, റമദാന് മുമ്പുള്ള ഷഅബാൻ മാസത്തിന്റെ നിലാവ് കണ്ടാൽ ഒരു മാസം മുമ്പേ ഞങ്ങൾ റമദാന് തയ്യാറാകും. എങ്ങനെ തയ്യാറാകും? ഫത്തഷ്നാ ഫീ ഖുലൂബിനാ, ആദ്യം ഞങ്ങൾ തയ്യാറാകുന്ന ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ പിണക്കമോ ഉണ്ടോ? അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാപ്പ് ചെയ്ത് കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് ഹൃദയത്തെ പരിശുദ്ധമാക്കും. റമദാന് വേണ്ടിയുള്ള ആദ്യത്തെ തയ്യാറെടുപ്പ് അതാണ്. നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നാം കടന്നു വന്ന, നാം ബന്ധപ്പെട്ട ആളുകളോട് ആരോടെങ്കിലും കുടുംബത്തിലോ കച്ചവടമായി ബന്ധപ്പെട്ടോ
അല്ലെങ്കിൽ മറ്റു ചില സ്നേഹബന്ധങ്ങളിലോ ആരോടെങ്കിലും പിണക്കത്തിലാണോ, ആരുടെങ്കിലും വെറുപ്പിലാണോ, വൈരാഗ്യത്തിലാണോ, ഏതെങ്കിലും കാര്യത്തിന്റെ പേര് അങ്ങനെയാണ് റമദാൻ ആഗതമാകുന്നെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയ അവസ്ഥയിൽ, ഹൃദയത്തിൽ വെറുപ്പ് വെച്ച അവസ്ഥയിലാണ് ഷാബാൻ 15 ഈ പുണ്യമായ ഇന്നത്തെ രാത്രി ഹാജരാകുന്നതെങ്കിൽ, ഇനി ഇതിനേക്കാൾ പുണ്യമായ ഏത് രാത്രികളോ പകലോ വന്നാലും അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ വെറും ശൂന്യമാണ്. ഒന്നും ലഭിക്കാതെ മാസങ്ങളും രാത്രികളും കടന്നുപോകും. അതുകൊണ്ട് തന്നെ ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ തിന്മ പരസ്പരം പിണക്കമാണ്, പരസ്പരം അകൽച്ചയാണ്. ഹദീസിൽ വരുന്നുണ്ട്, എല്ലാ ദിവസവും പിശാച് ഇബ്ലീസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ചോദിക്കും, എന്തെല്ലാം ചെയ്തു നിങ്ങൾ? മനുഷ്യർക്കിടയിൽ എന്തെല്ലാം തിന്മകൾ ചെയ്യിപ്പിച്ചു? ഓരോരുത്തരും അവർ അന്നന്ന് ചെയ്ത തിന്മകളെ തന്റെ നേതാവിനെ ഇബ്ലീസിനെ പറഞ്ഞു കേൾപ്പിക്കും. ഇബ്ലീസ് പറയും, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ ഒരാൾ പറയും, തന്റെ പ്രജയിൽപ്പെട്ട ഒരാൾ പറയും, ഞാൻ ഇന്നൊരു കുടുംബത്തിൽ ചെന്നു, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ കയറി ചില കാര്യങ്ങൾ സംസാരത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ അവർക്കിടയിൽ ഞാൻ ഭിന്നതയുണ്ടാക്കി, അകൽച്ചയിലാക്കി. നീയാണ് ഏറ്റവും വലിയ കാര്യം ചെയ്തത്. പരസ്പരം ഭിന്നിപ്പിക്കൽ, അകൽച്ചയുണ്ടാക്കൽ, ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കൽ, ഇത് പിശാച് മനുഷ്യർക്കിടയിൽ ചെയ്ത ഏറ്റവും വലിയ തിന്മയാണ്. കാരണം അവനറിയാം, ഈ തിന്മയിലൂടെ എല്ലാ നന്മയും നശിച്ചു പോകും, എല്ലാ നന്മയും നശിച്ചു പോകും. എൻ്റെ സഹാബാക്കൾ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സഫുകാരായി മാറിയത്, ഏറ്റവും ഉന്നതരായി മാറിയത് സഹാബാക്കളുടെ അധികരിച്ച നമസ്കാരം കൊണ്ടല്ല, അവരുടെ അധികരിച്ച നോമ്പ് കൊണ്ടല്ല. നന്മയുടെ വർധനവല്ല സഹാബത്തിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച്, മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ്. സഹാബാക്കളെ പറ്റി പറയുമായിരുന്നു, അവർ സാദാ സീദാ അമലുകൾ കഴിഞ്ഞുകൂടി, പക്ഷെ വലിയ പ്രതിഫലം കരസ്ഥമാക്കി. എന്തുകൊണ്ടാണ്? അലി റളിയല്ലാഹു തആല പറയുന്നു, സഹാബാക്കൾ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണം ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ്. അവരുടെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല. അവരുടെ ഹൃദയത്തിൽ ആരോടും അകൽച്ചയില്ല. ഹൃദയം പരിശുദ്ധമായിരുന്നു. നിബിതങ്ങൾ ഓരോ സഹാബാക്കൾക്കും നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. നിങ്ങൾ ആരോടും വെറുത്ത അവസ്ഥയിൽ, നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയ അവസ്ഥയിൽ കഴിഞ്ഞുകൂടരുത്. അനസ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അനസേ നബിയുമായി വലിയ ബന്ധമുള്ള നബിതങ്ങളുടെ ഖാദിമായ സഹാബിയായിരുന്നു. അനസേ യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ ദാലിക മിൻ സുന്നതി. അനസേ, മോനെ അനസേ, നീ പ്രഭാതത്തിലാകുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ആരോടും ഒരു കുശുമ്പോ വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ നിന്റെ ഹൃദയത്തെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യണം. ദാലിക മിൻ സുന്നതി. അനസേ, എന്റെ സുന്നത്തിൽ, എന്റെ ചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്, രാത്രിയിലെ തഹജ്ജുദിനേക്കാൾ പ്രധാനപ്പെട്ട സുന്നത്ത് ഹൃദയം പരിശുദ്ധമായി കൊണ്ടു നടക്കലാണ്. ആരോടും വെറുപ്പില്ലാതെ, ആരോടും പിണങ്ങാതെ നല്ല ശുദ്ധമായ ഹൃദയത്തിൽ കൊണ്ടു നടക്കൽ, ഇതാണ് എൻ്റെ സുന്നത്തിൽ ഏറ്റവും വലുത്. ഇതാണ് എൻ്റെ സുന്നത്തിൽ ഏറ്റവും വലുത്. ഞങ്ങൾ സഹാബാക്കളോട് പറയുമായിരുന്നു, എൻ്റെ സഹാബാക്കൾ, നിങ്ങൾ ആരുടെയും കുറവുമായി എൻ്റെ അടുക്കൽ വരരുത്. ഇന്നയാൾ ഇങ്ങനെയാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്, ആരുടെയും കുറവുമായി എൻ്റെ അടുക്കൽ വരരുത്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ശുദ്ധമായ ഹൃദയത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നു. ഷഅബാനിന്റെ 15-ാം രാത്രിയാണ് ഇന്നത്തെ രാത്രി. ദുആ സ്വീകരിക്കുന്ന പുണ്യമായ രാത്രി. ഇങ്ങനത്തെ ധാരാളം നന്മകൾ നേടാൻ പറ്റുന്ന സുവർണ അവസരം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പക്ഷെ ഇതെല്ലാം നേടണമെങ്കിൽ ആദ്യത്തെ നിബന്ധനയാണ് നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാകണം, നമ്മുടെ പിണക്കങ്ങൾ മാറണം, നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പ് മാറണം, നമ്മുടെ കുടുംബങ്ങൾ ചേരണം, നമ്മുടെ ബന്ധങ്ങൾ നന്നാകണം. ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുകയില്ല. സലാസത്തുൽ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റ. 3 വിഭാഗം ജനങ്ങളുടെ നമസ്കാരം അവരെ തലക്ക് മുകളിൽ ഒരു ചാൺ പോലും ഉയർത്തുകയില്ല. അവർ നമസ്കാരക്കാരായിരിക്കും, രാത്രി പകല് നമസ്കരിക്കുന്നവരായിരിക്കും, വലിയ വലിയ അമലുകൾ ചെയ്യുന്നവരായിരിക്കും. നിബിധങ്ങൾ നമസ്കാരം എന്ന് പറഞ്ഞത് അതിൽ മാത്രം ഒതുക്കാനല്ല, ഒരമലും ഉയർത്തപ്പെടുകയില്ല. ഒരു തലക്ക് മുകളിൽ ഒരു ചാൺ പോലും ഉയർത്തുകയില്ല. അതിൽ ഒന്ന് തങ്ങൾ പറഞ്ഞത് പരസ്പരം പിണങ്ങിക്കഴിയുന്നവരാണ്,
കുടുംബത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതിയിൽ ഇസ്ലാമിക സംഘടനയുടെ പേരിൽ, തന്റെ ആശയത്തിന്റെ പേരിൽ ഇങ്ങനെ പിണങ്ങിക്കഴിയുന്നവർ, അവരുടെ നമസ്കാരങ്ങൾ ഒരു ചാൺ പോലും ഉയർത്തപ്പെടുകയില്ല. ഹൃദയം പരിശുദ്ധമാകണം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങി കഴിഞ്ഞുകൂടുകയും ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്താൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. മറ്റൊരു ഹദീസ് തങ്ങൾ പറഞ്ഞു, 2 പേർ പിണങ്ങി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും, അവർക്കിടയിൽ മരണം സംഭവിച്ചു പോയി, മരിച്ചുപോയാൽ ആ പിണക്കത്തിന്റെ അവസ്ഥയിലായി അവർ മരിച്ചുപോയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൽ ഒരിക്കലും ഒരുമിച്ച് കൂടുകയുമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരിയുടെ മകനുമായി ദീനിയായ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു ചെറിയ പിണക്കത്തിലായി. പിന്നെ പ്രധാനപ്പെട്ട സഹാബാക്കൾ വന്ന് നബി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ ആയിഷ റളിയല്ലാഹു തആല ഇണക്കമായി. എന്ന് മാത്രമല്ല, മരണം വരെ ആ പിണക്കത്തെക്കുറിച്ച് ഓർത്തവർ കരയുമായിരുന്നു. കുറഞ്ഞ നാളുകൾ ദീനിയായ ഒരു നന്മയ്ക്ക് വേണ്ടി, വേറെ ദുനിയാവിന്റെ ഒന്നും ലക്ഷ്യമാക്കിയില്ല, ദീനിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അവർ പിണങ്ങി കഴിഞ്ഞുകൂടി. നബി തങ്ങളെ ഹദീസ് കേട്ടതോടെ അവർ ആ പിണക്കം അവസാനിപ്പിച്ചു. എന്ന് മാത്രമല്ല, മരണം വരെ തന്റെ മുഖമക്കന നനയുന്ന അവസ്ഥയിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു. തന്റെ ഈ പിണക്കത്തിന്റെ പേരിൽ ഞാൻ അല്ലാഹുവിനോട് എന്ത് മറുപടി പറയും? ദീനിയായ ഖൈറിന് വേണ്ടി പിണങ്ങി എന്നിട്ട് കരയുകയാണ്, നാളെ അല്ലാഹുവിന് മറുപടി പറയും. ഇന്ന് കുടുംബത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വാക്ക് മോശപ്പെട്ട ഒരു വാക്കിന്റെ പേരിൽ, ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ പിണങ്ങി കഴിഞ്ഞുകൂടുന്നവർ നാളെ അല്ലാഹുവിന് എന്ത് മറുപടി പറയും? അത് നമ്മുടെ ആവശ്യമാണ്. ആരെങ്കിലുമായിട്ട് പിണക്കത്തിലാണെങ്കിൽ അങ്ങോട്ട് പോയി ആ ഇണങ്ങുക എന്നത് നമ്മുടെ ആവശ്യമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുഅ്മിൻ ഇണങ്ങുകയും ഇണക്കുകയും ചെയ്യുന്നവനാണ്. ഇണക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇണങ്ങാതെ മാറി നിൽക്കുന്നവനല്ല മുഅ്മിൻ, മറിച്ച് ഇണങ്ങുന്നവനാണ്, ഇണക്കത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ മരണസമയം നബി തങ്ങളുടെ ഭാര്യയാണ്. മരണത്തോടടുത്ത സമയം ആയിഷ റളിയല്ലാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, നമ്മൾ നബി തങ്ങളുടെ ഇണകളാണ്, സ്ത്രീകളാണ്, നമുക്കിടയിൽ ഇഷ്ടമില്ലാത്ത പലതും സംഭവിച്ചു പോയിരിക്കാം. അതുകൊണ്ട് ആയിഷ, ഞാൻ അല്ലാഹുവിലേക്ക് യാത്ര പോവുകയാണ്, എന്നിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആയിഷ നീ എനിക്ക് മാപ്പാക്കി തരണം. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, പക്ഷെ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മാപ്പാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഉയർന്ന പ്രതിഫലം നൽകട്ടെ. ഓരോ ഭാര്യമാരെ വിളിച്ച് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് പൊരുത്തം ചോദിക്കുകയും പൊരുത്തപ്പെടിപ്പിക്കുകയും അല്ലാഹുവിലേക്ക് യാത്രയാകുകയും ചെയ്തു. നമ്മുടെ ആവശ്യമാണ്. ആരെങ്കിലുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് പരിഹരിക്കൽ എൻ്റെ ആവശ്യമാണ്. അവിടെ ഹദീസിൽ വരുന്നു, രണ്ട് പേർ പിണങ്ങി കഴിഞ്ഞുകൂടുമ്പോൾ ആദ്യമായി ആരാണ് സലാം പറയുന്നത്? പിണങ്ങി കഴിയുന്ന തൻ്റെ കുടുംബക്കാരുടെ സഹോദരന്റെ സ്നേഹിതന്റെ അടുക്കൽ പോയി ആദ്യം അങ്ങോട്ടാര് സലാം പറയുന്നു. സലാം മറുപടി പറയുന്നവനേക്കാൾ ഖൈറായ വ്യക്തിയാണ്, ശ്രേഷ്ഠമായ വ്യക്തിയാണെന്ന് നബി തങ്ങൾ പറയുന്നത്. നമ്മുടെ ആവശ്യമാണ്. അങ്ങോട്ട് പോയി നാം ഇണങ്ങേണ്ടതാണ്. സഹാബാക്കൾ അവരുടെ ഹൃദയങ്ങൾ അവർ പരസ്പരം യുദ്ധത്തിന്റെ മുഖത്തെത്തി, പരസ്പരം യുദ്ധങ്ങൾ നടന്നു. പക്ഷേ സഹാബാക്കളുടെ ഹൃദയങ്ങൾ അപ്പോഴും പരിശുദ്ധമായിരുന്നു. പരസ്പരം അവർക്കിടയിൽ യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും രണ്ട് ഭാഗത്തും സഹാബാക്കളുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുഭാഗത്ത് നിന്ന തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിന്ന തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൻ പിൽക്കാലത്ത് അലി റളിയല്ലാഹു സദസ്സിൽ വന്നപ്പോൾ വളരെ സ്നേഹിച്ച് ആദരിച്ച് തന്റെ അടുത്ത് ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വാപ്പ തൽഹ, ഭൂമിയിൽ ഞാനും നിന്റെ വാപ്പയും യുദ്ധം നടന്നിട്ടുണ്ട്, പക്ഷേ നീ മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കുന്നു, നീയും ഞാനും നിന്റെ വാപ്പയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വനസഅനാ മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയത്തിൽ നിന്നും പകയും വിദ്വേഷവും അല്ലാഹു ഊരി മാറ്റി പരസ്പരം സ്നേഹങ്ങൾ നൽകും സ്വർഗ്ഗവാസികൾക്ക്. അങ്ങനത്തെ ആളുകൾ നാളെ ഞാനും നിന്റെ വാപ്പയുമായി. സഹാബാക്കൾ പരസ്പരം യുദ്ധം നടന്നപ്പോൾ പോലും അവരുടെ ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടായിരുന്നില്ല, പിണക്കമുണ്ടായിരുന്നില്ല. നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാകണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയൊരു ഫിത്ന നടന്നു. അതിനെതിരെ അദ്ദേഹം ശബ്ദിച്ചു. ധാരാളം അദ്ദേഹം അക്രമത്തിന് വിധേയനായി. മുഅത്തസിം എന്ന ഭരണാധികാരി അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. പിന്നെ മുഅത്തസിം മരണപ്പെട്ടു പോയി.
പിന്നെ പിൽക്കാലത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ അടിയുടെ വേദന വരുമ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുവേ മുഅ്തസിമിനെ നീ പുറത്തു കൊടുക്കണേ. ഹൃദയം പരിശുദ്ധമാണ്. അടിച്ച് മുറിവേൽപ്പിച്ച് പ്രായമായ അവസ്ഥയിൽ മുമ്പ് അടിച്ച അടിയുടെ വേദന വരുമ്പോൾ എന്നെ അടിച്ച വ്യക്തിയെ നശിപ്പിക്കണമെന്നല്ല, അല്ലാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. ഇതായിരുന്നു മുൻഗാമികൾ. അവരെ ഹൃദയം പരിശുദ്ധമായിരുന്നു. ആരോടും വെറുപ്പും വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. സഹോദരന്മാരെ, അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ആഗതമാകുമ്പോൾ നാം തയ്യാറാകേണ്ടത് ആദ്യം ഹൃദയത്തെ പരിശുദ്ധമാക്കുക. ഇന്ന് നമ്മൾ പിണക്കത്തിലാണ്. കുടുംബത്തിന്റെ പേരിൽ രക്തബന്ധുക്കൾ പിണക്കത്തിലാണ്. രക്തബന്ധുക്കൾ, ഒരു രക്തത്തിൽ ജനിച്ചവർ, ഒരു ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചവർ പരസ്പരം പിണങ്ങി കഴിയുകയാണ്. ചെറിയ സാമ്പത്തികമായ കാര്യത്തിന്റെ പേരിൽ, വാപ്പയിൽ ലഭിച്ച ഓഹരിയുടെ ചെറിയ കുറവിന്റെ പേരിൽ, ഇങ്ങനെ പലതിന്റെ പേരിൽ പിണങ്ങി കഴിയുകയാണ്. അതിനിടയിൽ റമദാൻ വരുന്നു, അതിനിടയിൽ ഷഅബാൻ 15 വരുന്നു. പക്ഷെ അവർ ഇണങ്ങാൻ തയ്യാറില്ല. ഹജ്ജ് വരുന്നു, റമദാൻ വരുന്നു, പല നന്മകളും വരുന്നു, ഇണങ്ങാൻ തയ്യാറില്ല. പരസ്പരം സഹോദരന്മാർ, ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന പരസ്പരം ജ്യേഷ്ഠനും അനിയനും ഇണങ്ങാൻ തയ്യാറില്ല. എത്ര വലിയ ബന്ധമാണ് സഹോദരങ്ങൾ, ഒരു ഉമ്മയുടെ ഒറ്റ മക്കൾ, എത്ര വലിയ ബന്ധമാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ 3 പേരെ തടവിലടയ്ക്കപ്പെട്ടു. അങ്ങനെ ഹജ്ജാജ് വിധിച്ചു ഇവരെ മൂന്ന് പേരെയും തൂക്കിലേറ്റാൻ. ഒന്ന് ആ സ്ത്രീയുടെ ഭർത്താവാണ്, മറ്റൊന്ന് ആ സ്ത്രീയുടെ മകനാണ്, മറ്റൊന്ന് ആ സ്ത്രീയുടെ സഹോദരൻ. ആ സ്ത്രീ തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ ആ സ്ത്രീ ഓടി വന്നു, കരയാൻ തുടങ്ങി. ഹജ്ജാജ് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? പറഞ്ഞു, ഇവർ 3 പേരും എൻ്റെ ആളുകളാണ്. ഒന്ന് എൻ്റെ ഭർത്താവാണ്, ഒന്ന് എൻ്റെ മകനാണ്, ഒന്ന് എൻ്റെ സഹോദരനാണ്. ഹജ്ജാജ് ആ സ്ത്രീയോടുള്ള കാരുണ്യത്തെ പറഞ്ഞു, എങ്കിൽ നിനക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം, ബാക്കി 2 പേരും തൂക്കിലിട്ടു. ആ സ്ത്രീ അല്പം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനെ വിട്ടുവീഴ്ച ചെയ്യും, ബാക്കി 2 പേരും തൂക്കിലിട്ടു. ഹജ്ജാജ് ചോദിച്ചു, എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവന്റെ മകൻ എത്ര സ്വന്തം മകനാണ്, കരളിന്റെ കഷ്ണമാണ്, പിന്നെ മറ്റു സ്വന്തം ഭർത്താവാണ്. ഇവർ 2 പേരെയും തിരഞ്ഞെടുക്കാതെ നീ എന്തുകൊണ്ട് ആ സഹോദരനെ തിരഞ്ഞെടുത്തത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കാണാം. ആ സ്ത്രീ പറഞ്ഞു, ഭർത്താവ് ഇനിയും ലഭിക്കും, മക്കൾ ഇനിയും ഉണ്ടാകും, വിവാഹം കഴിച്ചാൽ ഇനിയും മക്കൾ ഉണ്ടാകും, സഹോദരൻ ഇനി ഉണ്ടാവുകയില്ല, എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, ഇനി എനിക്ക് സഹോദരൻ ഉണ്ടാകാനില്ല. അത്രയും വലിയ ബന്ധമാണ് ഒരു ഉമ്മയുടെ വാപ്പയുടെ മക്കളായി ജനിച്ച ജ്യേഷ്ഠനും അനിയനും മക്കൾ, ആ സഹോദരങ്ങൾ. അത്ര വലിയ ബന്ധമാണ്. ഇന്ന് ചെറിയ സമ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ സഹോദരന്മാർ പിണക്കത്തിലാണ്, ആങ്ങളെയും സഹോദരിയും പിണക്കത്തിലാണ്. ഇങ്ങനെ കുടുംബങ്ങൾ പിണക്കത്തിൽ കഴിഞ്ഞുകൂടുന്നു, ഇണങ്ങാൻ തയ്യാറില്ല. റമദാൻ വരുന്നു, ഷഅബാൻ 15 വരുന്നു, പുണ്യമായ രാത്രിയും പകലും വരുന്നു. സഹോദരന്മാരെ, ഇണങ്ങാതെ, ബന്ധങ്ങൾ നന്നാക്കാതെ, കുടുംബങ്ങൾ ഇണങ്ങാതെ, അകൽച്ചകൾ മാറ്റാതെ ഒരിക്കലും റമദാനിന്റെ ഒരു നന്മയും ലഭിക്കില്ല. അതുകൊണ്ട് റമദാനിന്റെ ആദ്യത്തെ തയ്യാറെടുപ്പ് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കലാണ്. ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ, ആരോടെങ്കിലും പിണക്കത്തിനാണോ, അതെല്ലാം പരിഹരിക്കും. അങ്ങോട്ട് പോയി കാണാൻ, അങ്ങോട്ട് പോയി ചോദിക്കും, പൊരുത്തം ചോദിക്കും. എന്നിട്ട് ഇണങ്ങാൻ തയ്യാറായി ഈ പുണ്യമായ റമദാനിന്റെ എല്ലാ നന്മയും കരസ്ഥമാക്കാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.